ഹലോ ഗൈസ്, അപ്പോൾ 20,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന 5 സ്മാർട്ട് ഫോൺസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ നമുക്ക് നേരെ വീഡിയോയിലുണ്ട്. അതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ 2 സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നത് ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺസ് ആണ്. ഒന്ന് റിയൽമി 12 പ്ലസ്. ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടൊക്കെ ഉള്ള മെയിൻ ക്യാമറയാണ്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ഒക്കെയാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലാണ്. 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രോസസ്സർ വന്നിട്ട് MediaTek Dimensity 7050 ആണ്. അടുത്ത ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്, 5000 mAh ബാറ്ററി, 67 വാട്ട്സിൻ്റെ സൂപ്പർ വൂക്ക് ചാർജിങ്, IP54 ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 14 വരുന്നത്. 3.5mm ഓഡിയോ ജാക്കൊക്കെ ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ 8GB RAM പ്ലസ് 128GB ROM വേരിയൻറ്റിന് 19,999 രൂപയാണ്. അപ്പോൾ ഈ 20,000 രൂപയ്ക്ക് താഴെ എന്ന് പറയുമ്പോൾ 1 രൂപയുടെ വ്യത്യാസമൊക്കെ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ നാർസോ 70 Pro ആണ്. വേറെ ഒന്നും പറയാനില്ല, സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് ഇവിടെ വരുന്നത്. രണ്ടും ഒരേ സ്മാർട്ട് ഫോണാണ്. നമ്മുടെ IQ Z9 വിവോ T3 പോലെ 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് AMOLED കർവ്ഡ് ഡിസ്പ്ലേ. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ സോണി IMX890 ആണ് വരുന്നത്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ. സെയിം പ്രോസസ്സർ തന്നെയാണ്, MediaTek Dimensity 7050. അത്രേ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 8GB RAM പ്ലസ് 128GB ROM വേരിയൻറ്റിന് 19,999 രൂപയാണ്. അടുത്ത 3 സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നത് ഒരു ഓൾറൗണ്ടർ രീതിക്ക് എടുത്തതാണ്. വീഡിയോ വലിച്ച് നീട്ടാതിരിക്കാനാണ് 5 സ്മാർട്ട് ഫോൺസിൽ നിർത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ അടുത്ത 3 സ്മാർട്ട് ഫോൺസ് ഓൾറൗണ്ടർ കണക്കാക്കി എടുത്തതാണ്. ഓക്കെ, അപ്പം ഇതിൽ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോ X6 5G. ഇതിൻ്റെ പ്രോസസ്സർ വന്നിട്ട് സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 1800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. OIS-ഉം EIS-ഉം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ എന്നുള്ള രീതിയിലാണ്. ഇവിടെയും 4K 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5100 mAh ആണ്. 67 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, 5000 mAh എന്ന് പറഞ്ഞ് മടുത്തു. അപ്പോൾ 5100 mAh. പിന്നെ എക്സ്ട്രാ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ IP54, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, 3.5mm ഹെഡ്ഫോൺസ് ജാക്കൊക്കെ ഉണ്ട്. ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 13 വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 8GB RAM പ്ലസ് 256GB ROM വേരിയൻറ്റ് 19,999 രൂപയാണ്. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് Infinix Zero 30 5G. ഇതിൻ്റെ പ്രോസസ്സർ വന്നിട്ട് MediaTek Dimensity 8020 ആണ്. 6.78 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ, 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 950 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. വിത്ത് OIS-ൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ 13 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ എന്ന രീതിയിലാണ് ബാക്കിയാക്കി. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 50 മെഗാ പിക്സൽ. ഫ്രണ്ട് ക്യാമറയിൽ നിന്നും ബാക്ക് ക്യാമറയിൽ നിന്നും 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 13 വരുന്നത്. IP53 ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്സ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 8GB RAM പ്ലസ് 256GB ROM വേരിയൻറ്റിന് 21,999 രൂപയാണ്. 2000 കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് IQൻ്റെ Z9 ആണ്. ഓർ വിവോ T3 എന്ന് വേണമെങ്കിലും പറയാം. രണ്ടിലും സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ IQ Z9 ഓർ വിവോ T3 രണ്ടെടുത്താലും ഒരുപോലെ. IQ Z9 പറ്റി പറയുമ്പോൾ ഇതിൻ്റെ പ്രോസസ്സർ വന്നിട്ട് MediaTek Dimensity 7200 ആണ് വരുന്നത്. 6.78 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. 1800 നിറ്റ്സിൻ്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെയാണ് വരുന്നത്. ക്യാമറയിലേക്ക് വരുമ്പോൾ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. വിത്ത് OIS-ൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. 2 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ. അത്ര തന്നെ. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലാണ്. ഇവിടെയും 4K 30 FPS ഷൂട്ട് ചെയ്യാം. പിന്നെ IP54, പിന്നെ 5000 mAh ബാറ്ററി വിത്ത് 44 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്. ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 14 വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 8GB RAM പ്ലസ് 128GB ROM വേരിയൻറ്റിന് 19,999 രൂപയാണ്. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ 20,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന 5 സ്മാർട്ട് ഫോൺസ് പറയാനുള്ളത്. വീഡിയോ വലുതാക്കാതിരിക്കാനും കൂടെയാണ് ഈ 5 സ്മാർട്ട് ഫോൺസിൽ നിർത്തിയത്. അപ്പോൾ ഇനി എങ്ങനത്തെ വീഡിയോ ആണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ.